സഭയിൽ നിന്നുകൊണ്ട് തന്നെ നിൻ്റെ അധാർമിക സമ്പത്ത് മുഴുവനും നിനക്ക് വിഷം മുഴുവൻ ഒഴുക്കി കളയാം. അപ്പോൾ നിങ്ങളയ്യോ എൻ്റെ മക്കൾക്ക് വേണ്ടി സമ്പാദിപ്പിക്കണം എന്നൊക്കെ പറയത്തില്ലേ? ചില മക്കളെ എന്തുകൊണ്ടാണ് തല തിരിഞ്ഞ് ദുർവിന് പോണതിൻ്റെ കാരണത്താൽ അവരുടെ കയ്യിൽ അപ്പന്മാരും പൂർവ്വം സംഭവിച്ച അധാർമിക സമ്പത്തുണ്ടാകും. സംശയമില്ല കാര്യത്തിൽ. അതുകൊണ്ടല്ലേ ചില മക്കൾ പറഞ്ഞു അപ്പൻ്റെ സ്വത്ത് എനിക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ ഇത് മാത്രം പേരുണ്ട്. എന്താ കാര്യം? അപ്പൻ്റെ സ്വത്ത് ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് അറിയാം. ആ പാപത്തിൻ്റെ പണം കൊണ്ട് അക്കൽദാപം മേടിക്കേണ്ട കാര്യമില്ല, ശവപ്പറമ്പ് മേടിക്കേണ്ട കാര്യമില്ല. അപ്പം അതുകൊണ്ടാണ് അവർ വിശുദ്ധിയോടെ മാറുന്നത്. അങ്ങനെ മാറുന്നതുകൊണ്ട് റിസ്ക്കാണ്. പക്ഷെ അതൊക്കെ കൃപ കിട്ടിയ ആർക്കും ഒന്നും റിസ്ക് അല്ല. റിസ്ക് എന്നൊക്കെ പറഞ്ഞാൽ കൃപയില്ലാത്ത ഒരവസ്ഥയ്ക്കാണ് റിസ്ക് എന്ന് പറയണത്. സാഹസികം എന്ന് പറയണില്ലേ? ആരൊക്കെ സഹായിക്കാൻ കർത്താവില്ലാത്തപ്പോഴല്ലേ സാഹസികം ഉണ്ടാകണത്. സഹായിക്കാൻ അപ്പം നമ്മുടെ സഹായം കർത്താവ് സഹായിക്കുന്നില്ലെങ്കിൽ എല്ലാം സാഹസികമായി മാറും. കർത്താവ് സഹായിക്കുന്നില്ലെങ്കിൽ ഇപ്പം കർത്താവിനെ കൂടെ നിർത്തുക എന്നുള്ളതാണ് എന്ന് പറയുമ്പോൾ സാഹസികം പോലും ഇല്ലാതെ ഇരിക്കും. ഇപ്പോൾ അനായാസമായിട്ട് സാഹസികമല്ലാത്ത ഒരു ജീവിതം സാഹസികം പോലെ ജീവിക്കാനാണ് കർത്താവിൻ്റെ സഹായത്തിന് വിളിക്കുന്നത്.